ആലപ്പുഴ മുളക്കുഴ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിനാൽ കർഷകർക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. 60ഓളം വരുന്ന കാട്ടുപന്നികളുടെ കൂട്ടമാണ് കൃഷിയിടങ്ങളിൽ എത്തുന്നത്. കപ്പ, വാഴ എന്നിങ്ങനെയുള്ള വിളകളാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. അതിൽ കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് നാശനഷ്ടം 60,000 രൂപയോളമാണ്. ഇവയുടെ ആക്രമണം തടയാനുള്ള സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടും മാറ്റമൊന്നുമില്ലെന്നാണ് കർഷകർ പറയുന്നത്. വളരെ ബുദ്ധിമുട്ടിയും കടം വാങ്ങിയുമാണ് കൃഷി ഇറക്കിയത്. പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൊയ്യാറായ വിളകളാണ് കാട്ടുപന്നികൾ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. ഏറെ നാളത്തെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്. കാട്ടുപന്നികളെ തുരത്താൻ കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകണമെന്നാണ് കർഷകയായ രഞ്ജു പറഞ്ഞത്. ഞങ്ങൾ ഈ കൃഷി കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഈ കൃഷി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി കടമെടുത്ത് ലോണും എടുത്തിട്ടുണ്ട്, കടങ്ങളുമുണ്ട്. എൻ്റെ ഭർത്താവിന് വയ്യാത്തതുമാണ്. ഏകദേശം ഒരു ഉദ്ദേശത്തിന്റെ കണക്കനുസരിച്ച് നോക്കണം 50,000 രൂപയുടെ അടുത്ത് ലോൺ കടമുണ്ട് ഇതിന് ചിലവായത്. അവന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഒരു ക്യാൻസർ രോഗിയാണ്. മെഡിസിനും കാര്യങ്ങളും അതിന്റെ പുറകിന് നടക്കുന്നു. ഇതിനുകൊണ്ട് നമുക്ക് വേറൊരാളെ വെച്ച് വേണം എല്ലാം ചെയ്യേണ്ടത്. വേറെ വരുമാനങ്ങൾ വേറെ ഒന്നുമില്ല. 2 ഏക്കറിൽ കുലക്കാറായ ഏത്തവാഴകളാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നഷ്ടമായത്. പല വാഴയുടെയും തണ്ടിലെ വെള്ളം കുടിച്ച് ചണ്ടിയാക്കി. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. അധ്വാനിച്ചും കഷ്ടപ്പെട്ടിട്ടും പാകപ്പെടുത്തുന്ന വാഴകളാണ് ഇങ്ങനെ ഇല്ലാതാക്കിയത്. എന്താണ് പരിഹാരമെന്ന് കൃഷിഭവനിൽ ചോദിച്ചിട്ടും മറുപടിയില്ല. സ്വന്തം കയ്യിൽ നിന്നും കാശ് മുടക്കി നിർമ്മിച്ച കമ്പിവേലി പോലും കാട്ടുപന്നികൾ നശിപ്പിച്ചു. ഇവിടെ ഈ കാർഷിക വിളകളെല്ലാം കാട്ടുപന്നികൾ കയറി ശല്യം ചെയ്ത് ദിവസം രാത്രി ഇത് ഒരുപാട് ഒരു കടയായിട്ടാണ് വരുന്നത്. ഒരു കടയിൽ എന്ന് പറഞ്ഞാൽ 10-20 എണ്ണം കാണും. വന്നിട്ട് ആൾക്കാർ ഉറങ്ങിയതിന് ശേഷമാണ് വന്നു കയറി ഇത് ശല്യം ചെയ്യുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ 2-2.5 ഏക്കർ ഭൂമിയായി നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു 500 ഏത്തവാഴ, ചേമ്പ്, കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം വരുന്നതിനകത്ത് കൃഷി. അതിൽ ഇഞ്ചിയും മഞ്ഞളിൽ ശല്യം ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ ഏത്തവാഴയും ചേനയും ചേമ്പും ഈ കിഴങ്ങും മുഴുക്ക കംപ്ലീറ്റ് തുരന്ന് മാന്തി തിന്ന് ശല്യപ്പെടുത്തി ഒറ്റ മൂട് പോലും ഇല്ല. കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചതോടെ കൃഷി ഉപേക്ഷിക്കുകയാണ് മാർഗമെന്നാണ് കർഷകർ പറയുന്നത്. സന്ധ്യ കഴിയുന്നതോടെ ഇവ കൂട്ടമായി വരുന്നതിനാൽ ആളുകൾ പുറത്തിറങ്ങാനും മടിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.